മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ വാട്സപ്പിൽ ഒരു ഫോട്ടോ കണ്ടു. വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, സ്വാതന്ത്ര്യം കിട്ടിയ ഭാരതത്തിന് 70 വയസ്സ് തികയുന്നു. ഭാരതം 70-ൽ നിൽക്കുകയാണപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ബാല്യം കഴിഞ്ഞ്, കൗമാരം കഴിഞ്ഞ്, യൗവനം കഴിഞ്ഞ്, വാർദ്ധക്യത്തിൻ്റെ ലെവല് എന്നുവെച്ചാൽ ജ്ഞാനവൃദ്ധന്റെ ലെവല്. ഒരു രാഷ്ട്രം 10,000-കണക്കിന് വർഷം നിലനിൽക്കുന്നത് കൊണ്ട്, 1000-കണക്കിന് വർഷം നിലനിൽക്കുന്നത് കൊണ്ട് 70 അത്ര വലിയൊരു പ്രായമല്ല. എന്നാൽ ജ്ഞാനവൃദ്ധിയുടെ ലെവലിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം ഇപ്പോഴും ഇംഗ്ലീഷുകാർ ഉപേക്ഷിച്ചു പോയ പലതും ജീവിതത്തിൽ പകർത്തുന്നതായിട്ട് കാണാം. ഒരു ജഡ്ജിയുടെയും അഡ്വക്കേറ്റിൻ്റെയും ഡ്രസ്സൊക്കെ കാണുമ്പോൾ പാറാത്തന്മാരി അതിട്ടുകൊണ്ട് നടക്കുന്ന മാതിരിയാണ്. സാധാരണ രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടാൽ പോലെ എന്തിനാ ഇംഗ്ലീഷുകാർ ഉപേക്ഷിച്ച ഈ ഡ്രസ്സും കൊണ്ട് ഇവർ ഈ നല്ല ചൂടുള്ള ഭാരതത്തിൽ അങ്ങനെയുള്ള ഒരു ഗൗണിട്ടുകൊണ്ട് പോകുന്ന എന്തിനാ? ബഹുമാനം കൂട്ടാനാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഗവൺമെന്റ് ഓഫീസർമാർക്ക് എല്ലാവർക്കും അത് വേണ്ടേ? ഈ ബഹുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പാറാത്തന്റെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവുമോ? അതേപോലെ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഞാൻ അടുത്ത കാലത്തൊന്നും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. ഒരു 4 മാസം മുമ്പ് ചെയ്തപ്പോഴത്തേക്കും അത് കണ്ടില്ല. ഈ TTR ട്രെയിനിൽ തനി വെളുത്ത ഷർട്ട്, വെളുത്ത പാൻറ്, ഷൂസ്, ടൈയ്, അതിൻ്റെ പുറത്തൊരു കറുത്ത ഓവർകോട്ട്. എന്തിനാ? ട്രെയിൻ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ യാത്രാ സംവിധാനമല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ഫ്ലൈറ്റിലുള്ളവർക്ക് ഉണ്ട് എന്നുള്ളതല്ലാതെ TTR പോലെ ഒരു വേഷമൊന്നും അതിനകത്തില്ല. ടൈ കെട്ടുന്നവരുണ്ടാവും, ടൈ കെട്ടുന്നവരുണ്ടാവും. ഫ്ലൈറ്റിൽ, ജെറ്റിലായാലും നമ്മുടെ എയർ ഇന്ത്യയിലായാലും നമുക്ക് കാണാൻ സാധിക്കും. റീസണബിളി നല്ല ഡ്രസ്സാണ്. ആകാശത്ത് കൂടെ ഒഴുകുന്ന ഒരു വാഹനത്തിൽ ഒരു ലക്ഷറി, സാധാരണ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ യാത്രാ ഫെസിലിറ്റിയാണ് വിമാനം. അടുത്ത കാലം വരെ, ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാവർക്കും പറ്റുന്നുണ്ട്. റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ആയിരുന്നു അത്. അന്നും ഇതുമാതിരിയുള്ള വേഷമൊന്നുമില്ല. ഇത് 3rd ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, 2nd ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, 1st ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. ഏറ്റവും കൂടുതൽ 3rd ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള സാധാരണക്കാരൻ്റെതായിട്ടുള്ള ട്രെയിനിൽ എന്തിനാ ഈ ഗൗണും ഷർട്ടും ടൈയും ഒക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്? നല്ല നീറ്റ് ഡ്രസ്സ് വേണം, കോഡ് വേണം, യൂണിഫോം വേണം. ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. അതേപോലെ ചില യൂണിവേഴ്സിറ്റികളിൽ ഭാരതത്തിൽ കോൺവൊക്കേഷന് ഒരു പ്രത്യേകതരം ഡ്രസ്സ് ഇടുന്നുണ്ട്. അമേരിക്കയിലും കാനഡയിലും ഇപ്പോഴും ഉണ്ട് അത്. ഇവിടെ ചില സ്ഥലത്തേ ഉള്ളൂ. ഇവിടെ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. തന്നെ പോസ്റ്റൽ വഴിക്ക് വരികയാണ് പതിവ്. ഇപ്പൊ അതും കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇപ്പൊ ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് നേരിട്ട് ഗൂഗിൾ സെർച്ച് നടത്തിയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ഔട്ട് എടുക്കാവുന്ന അവസ്ഥയിലാണെന്ന് തോന്നുന്നു. ഈ വാട്സപ്പിൽ ഞാൻ ഇന്നലെ കണ്ട സന്ദേശം ആലപ്പുഴയിൽ നിന്ന് നമ്മുടെ കോർഡിനേറ്റർ ഗോപാലകൃഷ്ണൻജി അയച്ചു തന്നതാണ്. IIT, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി രണ്ടും പറഞ്ഞിട്ടുണ്ട്. അത് IIT ആണോ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണോ എന്ന് പറഞ്ഞൂടാ, അല്ല രണ്ടും കൂടിയാണോ എന്ന് പറഞ്ഞൂടാ. IIT എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയും വളരെ ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. IITയുടെ ഏതാണ്ട് നിലവാരം പുലർത്തുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ 2 യൂണിവേഴ്സിറ്റികളിലും കോൺവോക്കേഷന് പിള്ളേർ ഇരിക്കുന്ന, വിദ്യാർത്ഥികൾ ഇരിക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചിരുന്നു. വളരെ രസം തോന്നിയിരുന്നു. മലയാളികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ശശി തരൂരിന്റെ ഡ്രസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേക രീതിയിലുള്ള ഒരു 2ാം മുണ്ടും, കോൺഗ്രസിൻ്റെതല്ല, ജനറലി കാവിയുമല്ല, നല്ല ഡ്രസ്സ്, ക്ലീൻ ആൻഡ് നീറ്റ് ഇന്ത്യൻ സംസ്കാരത്തിലുള്ള ഡ്രസ്സിൽ കോൺവൊക്കേഷന് വിദ്യാർത്ഥികൾ ഇരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മളുടെ രാഷ്ട്രത്തിലുള്ള പലരും ഭാരതീയരാണെങ്കിലും മാനസികമായിട്ട് ഇപ്പോഴും ഇംഗ്ലീഷുകാരുടെ പലതും നമ്മൾ ഫോളോ ചെയ്യുന്നു. ഭാരതീയരാണ് ശാരീരികമായിട്ടെങ്കിലും മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും ഇംഗ്ലീഷുകാരുടെ അവശിഷ്ടങ്ങൾ പലതും, അവർ ചവച്ചു തുപ്പിയത് പലതും നമ്മൾ ഇന്നും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു. അതിലൊന്നാണ് ഈ കേക്ക് മുറിക്കുക എന്നുള്ളത്. ഈ നാടിന്റെ സംസ്കാരമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. ഇന്ന് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, ശബരിമല കൊടിമരത്തിൽ ആരോ മെർക്കുറി ഒഴിച്ചതിന് ശേഷം അതൊക്കെ ശുദ്ധീകരിച്ചിട്ട് വാജീവാഹന പ്രതിഷ്ഠ
വാജീവാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുതിരകൾക്ക് പല പേര് സംസ്കൃതത്തിലുണ്ട്. അതിൽ ഒരു പേരാണ് വാജി. വാജീവാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പനെ കുതിരപ്പുറത്തിരിക്കുന്നവനായിട്ടാണ് കാണുക. അപ്പൊ ആ കൊടിമരത്തിന്റെ മുകളില് ആ വാജീവാഹന പ്രതിഷ്ഠ നടത്തുന്ന സീൻ കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ ആലോചിച്ചു പോയത്, പള്ളികളിലെ കൊടിമരത്തില് കുരിശ് പ്രതിഷ്ഠിക്കുന്നതാണ് കൊടിമരത്തിന്റെ മുകളില്. ഭാരതീയ ആചാരപ്രകാരം കൊടിമരത്തിന്റെ മുകളില് ആ ക്ഷേത്രത്തിലെ ദേവന്റെ ദേവവാഹനമാണ് പ്രതിഷ്ഠിക്കേണ്ടത്. ദേവന്റെ ദേവവാഹനമാണ് കൊടിമരത്തിന്റെ മുകളില്. ഇവിടെ പള്ളികളിലൊക്കെ സെന്റ് സെബാസ്റ്റ്യൻ ആണെങ്കിലും സെന്റ് ഫ്രാൻസിസ് ആണെങ്കിലും സെന്റ് മേരി ആണെങ്കിലും സെന്റ് ജോസഫ് ആണെങ്കിലും അവരുടെ എല്ലാവരുടെയും വാഹനം കുരിശാണ്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കുക. മനസ്സിലാക്കിയിട്ടാണോ ഇത് ചെയ്യുന്നത്? കൊടിമരം അങ്ങോട്ടെടുത്തു, യേശുവിനെ ആണിയടിച്ച ആ കഴുമരം കൊണ്ടുപോയിട്ട് അതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിച്ചു. അത് അകത്തുള്ള ഏത് ചർച്ചില് വിഗ്രഹമാണെങ്കിലും സെന്റ് മേരി ആണെങ്കിലും സെന്റ് ഫ്രാൻസിസ് ആണെങ്കിലും സെന്റ് ജോസഫ് ആണെങ്കിലും ആരാണെങ്കിലും അവരുടെ വാഹനം പോലെയാണ് അത് പ്രതിഷ്ഠിക്കുന്നത്. ഇത് മെക്കാനിക്കലി അങ്ങോട്ട് ചെയ്യാണ്. കൊടിമരം വന്ന് മുകളിൽ കുരിശ് പ്രതിഷ്ഠിച്ചു. ആ കൊടിമരത്തിന്റെ പവിത്രതയൊന്നും നിലനിർത്താതെ പുണ്യാത്മാവും ദൈവപുത്രനെയും ആണിയടിച്ച സാധനം കൊണ്ടുപോയിട്ട് വെക്കാം. ശബരിമലയിൽ വാജീവാഹനനെ ആചാരപ്രകാരം കീഴ്വഴക്ക പ്രകാരം ചടങ്ങ് പ്രകാരം പ്രതിഷ്ഠിക്കുക. അതിന്റെ പുറകിലൊരു മെസ്സേജ് ഉണ്ട്. ഇംഗ്ലീഷുകാർ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും അവരുടെ കോൺവോക്കേഷൻ ഡ്രസ്സ് അണിയണം എന്ന് പറയുന്നത് അവരുടെ സർവൻസിനെ ഉണ്ടാക്കാനുള്ള സംവിധാനമായിരുന്നു. അവരുടെ സർവന്റുകളെ ഉണ്ടാക്കുക ഇന്ത്യയിൽ. അങ്ങനെയാണ് യഥാർത്ഥത്തില് കോൺവോക്കേഷൻ പോലെയുള്ളത് ഉണ്ടായത്. പക്ഷെ IIT-യിലെയും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി BHU-യിലെയും വിദ്യാർത്ഥികൾ തനി ഭാരതീയമായ രീതിയിലേക്ക് മാറാൻ തീരുമാനിച്ചു. ഒരുപക്ഷെ JNU-ൽ അത് സംഭവിച്ചൊന്നും വരില്ല. JNU-ൽ കോൺവോക്കേഷൻ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇവിടെ ഈ ഒരു വലിയ കാഴ്ചപ്പാട് IIT-യിലെ വിദ്യാർത്ഥികള് പടിഞ്ഞാറേക്ക് നോക്കികളാണ് എന്ന രീതിയിൽ വരാത്ത വിധത്തില് ഭാരതത്തിന്റെ ചൈതന്യം ഒരു യൂണിവേഴ്സിറ്റിയിൽ മുഴുവനും അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ പല തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുള്ള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി സംഘടനകളാണ്, പല വീക്ഷണമുള്ള അധ്യാപകരാണ്. പലപ്പോഴും പല യൂണിവേഴ്സിറ്റികളിലും IIT-കളിലും ഇടതുപക്ഷ ചായ്വുള്ള അധ്യാപകരാണ് കൂടുതലുള്ളത്. അവരിതുമാതിരി ഭാരതീയതയിലേക്ക് വരാൻ ആരെങ്കിലും തയ്യാറായി വന്നാൽ ഒന്നില്ലെങ്കിൽ പുച്ഛിച്ച് അവഹേളിച്ച് അതില്ലാതെയാക്കും, അല്ലെങ്കിൽ അതിനെ നോൺ കോപ്പറേഷനിലൂടെ അതിനെ തളർത്തും. അതെല്ലാം അതിജീവിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ആരുടെയോ തലയിൽ ഉദിച്ച ധന്യമായിട്ടുള്ള ഭാരതീയ പൈതൃകത്തിന്റെ ഡ്രസ്സ്, ഭാരതീയ പൈതൃകത്തിന്റെ രീതികള്, ഇതെല്ലാം കൂടി ചേർത്ത് ധന്യമായിട്ട് ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്നത് വാട്സപ്പിൽ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. വളരെ വലിയ സന്തോഷം തോന്നി എനിക്ക് സത്യത്തിൽ. ഞാൻ നിങ്ങളോടും പറയുന്നു, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വീട്ടിനകത്തുള്ള ചടങ്ങാണെങ്കിലും വ്യക്തിപരമായ ചടങ്ങാണെങ്കിലും നമ്മുടെ ക്ലബ്ബുകളിലെയോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അസോസിയേഷനിലെയോ ചടങ്ങുകളാണെങ്കിലും നമ്മുടെ ഓഫീസിലുള്ള ചടങ്ങുകളാണെങ്കിലും ഭാരതവൽക്കരണത്തിലൂടെ ഭാരതീയ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള നന്മയിലേക്ക് നമുക്ക് പോകാം. അതുകൊണ്ട് എല്ലാവരും ഹിന്ദുക്കളാവണമെന്നോ ഹിന്ദു പുസ്തകങ്ങൾ വായിച്ചാലേ ശരിയാവുള്ളൂ അങ്ങനെയൊന്നും അർത്ഥത്തിലല്ല. ഈ നാടിനൊരു സംസ്കാരമുണ്ട്. ഭാരതത്തിൽ ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരുമാണുള്ളത്. ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും. ആ സംസ്കാരമാണ് നമ്മളാക്കുന്നത്. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് അത് എല്ലാവരുടെയുമാണ്. അതുകൊണ്ട് ഈ IIT-യിലെയും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെയും വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് വലിയൊരു സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നി. നമ്മുടെ കോടതി സിസ്റ്റവും നമ്മുടെ റെയിൽവേ സിസ്റ്റവും എല്ലാം കുറെ കൂടി മാറ്റത്തിന് ഇതേപോലെ വിധേയമാവട്ടെ. അതുകൂടി മാറിയാൽ പിന്നെ പാശ്ചാത്യാവശിഷ്ടങ്ങൾ വളരെ കൂടുതൽ ഇവിടെ ഇല്ല. ഏതാണ്ടെല്ലാം നല്ല രീതിയിലേക്ക് ഭാരതീയമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് ധന്യമായിട്ട് നന്മയിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.